PYC അല്ലേ? PYCയുടെ ബഹുമാനപ്പെട്ടവരോടെല്ലാം എനിക്ക് പറയാനുള്ള സന്ദേശത്തിൽ പ്രധാന സന്ദേശം കള്ളം പറയരുത്. നിങ്ങൾ കള്ളം പറഞ്ഞെന്നോ പറയുമെന്നല്ല, ഞാൻ വന്നതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു. സത്യമേ സംസാരിക്കാവൂ. ചില സന്ദർഭത്തിൽ സത്യം പറഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ മൗനമായിട്ടിരുന്നേക്കണം, എന്നാലും കള്ളം പറയരുത്. നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചില സന്ദർഭത്തിൽ സത്യം പറയത്തില്ല, എന്നാൽ കള്ളവും പറയില്ല. അതെങ്ങനെയാണെന്നായിരിക്കുമല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഞാന് എന്നെ വിളിച്ചത് ഡെന്നിസിനാണ്. എന്ത് ചെയ്യാ പോയോ? വെള്ളിയിലാണെങ്കിലും ഉണ്ടല്ലോ, മതി. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇപ്പൊ എവിടെ ആയി? അപ്പം നേരത്തെ ഞങ്ങളൊരു ധാരണ ഉണ്ടായിരുന്ന ഒരു 7:30 എനിക്ക് മൈക്ക് തരണം, അതിന് മുമ്പെല്ലാം ക്രമീകരിച്ചോണം. അപ്പൊ വണ്ടി ഓടി വന്നപ്പോ എന്നോട് ചോദിച്ചു, എവിടെ ആയി? ഞാൻ സത്യം പറഞ്ഞുമില്ല, എന്നാ കള്ളവും പറഞ്ഞില്ല. അങ്ങനെയല്ല പറഞ്ഞ. ഇപ്പൊ എവിടായി? ഞാൻ പറഞ്ഞു, ഞാൻ അങ്കമാലി കഴിഞ്ഞു, പക്ഷെ ഞാൻ കൊടകര കഴിഞ്ഞു. അങ്കമാലി കഴിഞ്ഞല്ലേ കൊടകര? കള്ളം പറഞ്ഞോ? സത്യമല്ലേ പറഞ്ഞേ? കൊടകരയാണ് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ കണക്ക് കൂട്ടും, അവിടുന്ന് ഇത്ര മിനിറ്റ്. അപ്പൊ അഥവാ ഇടയ്ക്ക് ഒരു ബ്ലോക്കോ പ്രയാസമോ വന്നാൽ വീണ്ടും ഇവിടുന്ന് വിളി വരും. ആ മുമ്പേ കൊടകരയാണ് പറഞ്ഞിട്ട് പിന്നെ വരേണ്ട സമയം പിന്നെ ഞാൻ വീണ്ടും വിശദീകരിച്ചാൽ അത് ടോളിന്റെ അവിടെ ഒത്തിരി പെട്ടുപോയി. അതെങ്ങനെ പെട്ടു? പിന്നെ അതെല്ലാം നിങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നത്. കള്ളം പറയരുത്, സത്യമേ സംസാരിക്കാവൂ. എന്നാൽ ചില സന്ദർഭത്തിൽ സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചില വേളകളിലും ഉണ്ട്. അപ്പം എന്നാലും കള്ളം പറയരുത്. ഞങ്ങളുടെ ഒരു അച്ചായനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമ്പം, ഇന്നിങ്ങനെ ശാന്തമായിട്ടാണ് ചില കാര്യം പറഞ്ഞു കേട്ടോ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമ്പം വേറൊരു വാത്സല്യ പിതാവ് അവിടെ വന്ന് രാവിലെ, പുള്ളി അല്പം രൂക്ഷമായിട്ടാണ് വന്ന, നാട്ടിലെ ഒരു പ്രമാണിയും കൂടാ. പുള്ളി ഇങ്ങോട്ട് വന്നേച്ച് പറഞ്ഞു, ഞാനും ആ വീട്ടിലെ ഉടമസ്ഥനെ ഞാനും തിണ്ണേരിക്കാൻ സിറ്റപറ്റി വന്ന. പുള്ളി പറഞ്ഞു, കുഞ്ഞുമാനെ സത്യം പറയരുത്. അപ്പൊ വീട്ടുകാരൻ ചോദിച്ചു, രാവിലെ ഇതാണോ വന്ന് പറയുന്നേ? കുഞ്ഞുമാനെ സത്യം പറയരുത്. ഞാൻ വന്തം വിട്ടുപോയി, ഇങ്ങനെ. അപ്പൊ വീട്ടുകാരൻ പറഞ്ഞ്, ശാന്തമാണ്, ഇരിക്കും എന്ന കാര്യം. അപ്പൊ പുള്ളി വിശദീകരിച്ചു. അദ്ദേഹം നാട്ടിലെ ഒരു ചെറിയ പ്രമാണിയാണ്. അദ്ദേഹത്തിന്റെ പുരയിടമൊക്കെ ആറിനോട് തീർന്നു. അപ്പം ആറ്റുതീരത്തെ തെങ്ങ് ആറ്റിലോട്ട് ചാഞ്ഞിരിപ്പുണ്ട്. നല്ല കാവലമാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. ഇഷ്ടം പോലെ തേങ്ങയുണ്ട്. അപ്പൊ കുട്ടനാട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം, തേങ്ങ അതിന്റെ ചുമതലപ്പെട്ടവർ കയറി വെട്ടിയിടുമ്പോൾ ആറ്റി വീഴും. ഒഴുക്കുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് ഒഴുകിയാണ് പോകും. അതുകൊണ്ട് 2 പേര് വള്ളവുമായിട്ട് അവിടെ കാണും. തേങ്ങാക്കൊല വെട്ടി വെള്ളത്തിലിട്ടോണ്ട് വള്ളത്തിൽ ചെന്ന് എടുത്ത് വള്ളത്തിലോട്ട് ഒഴുകി പോകും. അപ്പൊ ഇദ്ദേഹം തെങ്ങ് പുരയിടം കൂടുതലുള്ളയാണ്. അപ്പൊ ഇദ്ദേഹം തെങ്ങ് കയറുന്ന ആൾക്കാരെ ഒത്തിരി ഉള്ളത് കൊണ്ട് 5 പേരും അതിന്റെ വേലക്കാരെയും കൂടെ പറഞ്ഞു, നാളെ രാവിലെ വരണം. അവർ 5 പേരും ഇത് പറക്കാനും എടുക്കാനും ഒരു 5-8 പേര് വീട്ടിൽ വന്നു. രാവിലെ വന്നപ്പം വള്ളം മേടിക്കണം. പുള്ളിയുടെ വള്ളം പണിയാം. അപ്പം ആറിന് അക്കരെ വേറൊരു പ്രമാണിയുണ്ട്, പുള്ളിക്ക് വള്ളമുണ്ട്. ഇദ്ദേഹം ഇതുപോലെ 2 മുട്ടുമൊക്കെ ഇട്ട് പടിയൊക്കെ പിടിച്ച് ഒരു പ്രമാണി കടത്ത് കയറി അക്കരെ ചെന്നു.
മറ്റേ വീട്ടുകാരൻ്റെ വീട്ടിൽ വള്ളത്തിന്. അപ്പൊ കടത്തിൽ നിന്നപ്പം വേറൊരാൾ ചോദിച്ചു, കറിയാച്ചൻ എങ്ങോട്ട് പോകുന്നു? ഉടനെ പുള്ളി സത്യം പറഞ്ഞു, അത് തേങ്ങ ഇടാൻ 5-8 പേര് വരും, നമ്മുടെ വള്ളം പണിക്ക് കയറ്റി നെയ്യ് തേച്ച് വെച്ചിരിക്കുക, അതുകൊണ്ട് ഒരു വീട്ടുപേര് പറഞ്ഞു അവിടുത്തെ തമ്പക വെള്ളം മേടിക്കാൻ പോവുക. ഓ, ഇത് പറഞ്ഞേച്ച് കടത്തിറങ്ങിയപ്പം ഇയാൾ നാട്ടിലെ പ്രമാണിയായതുകൊണ്ട് വേറെ 1-2 പേരോട് സംസാരിക്കേണ്ട സമയം ഉണ്ടായിരുന്നു. സംസാരിച്ച ഇദ്ദേഹം ആ വള്ളം ഉടമസ്ഥന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ആ വള്ളം ഇങ്ങോട്ട് തരണം. ഉടനെ വീട്ടുകാർ പറഞ്ഞു, 5 മിനിറ്റ് മുമ്പ് ഇന്നയാള് വള്ളമായിട്ട് പോയത്. ചാക്കോച്ചനോട് പിള്ളേരുടെ ഭാഷ പറഞ്ഞൊരു പണി കൊടുത്തതാണ്. വള്ളത്തെ വെച്ച് പറഞ്ഞല്ലോ, അവനാ ചെന്ന് വള്ളം മേടിച്ചോണ്ട്, ചുരുക്കി പറഞ്ഞ വള്ളമില്ല. അയാൾ തിരിച്ച് ഇക്കരെ വന്നപ്പം ഈ പണികാരൻ 5-8 നിൽക്കുക. അന്നത്തെ തേങ്ങ ഇടാനൊക്കത്തില്ല. അവർക്ക് അന്നത്തെ കൂലിയും കൊടുത്തു, ചാപ്പാട് കൊടുത്തു, പറഞ്ഞു വിട്ടേച്ച് പറഞ്ഞു നാളെ വന്നാൽ മതിയെന്ന്. അത് കഴിഞ്ഞേച്ച് വരുന്ന വഴിയാ ഞാനും പുള്ളി ഇരിക്കുമ്പോൾ ആ പുള്ളി ഇതിന്റെ രൂക്ഷതയെന്ന് പറഞ്ഞ സത്യം പറയരുതെന്ന് പറഞ്ഞു. അവനോട് സത്യം പറഞ്ഞത് കൊണ്ടല്ലേ എന്ത് നഷ്ടമുണ്ടായി. അത് പുള്ളിയുടെ വാദമാണ്. ഞാൻ പറയും, സത്യമേ പറയാവൂ. ചിലപ്പോ അത് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല, എന്നാലും കള്ളം പറയരുത്. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവദാസന്മാരോടും ദൈവമക്കളോടും എന്നെ കേൾക്കുന്ന ബഹുമാനിയായ പ്രിയപ്പെട്ടവരുടെ ചില വിഷയത്തിൽ തടി തപ്പാൻ, തടികൂടാൻ, രക്ഷപ്പെടാൻ നമ്മൾ ചിലപ്പോ കള്ളം പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അതൊക്കെ തെറ്റിപ്പോയി. ഇനി നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ അവസരം ദൈവം തന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ കള്ളം പറയരുത്. സത്യം വിൽക്കില്ലല്ലേ, സത്യം വാങ്ങണം. എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു. ആ സത്യം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ നടക്കുക. അപ്പോൾ തന്നെ സത്യമേ സംസാരിക്കൂ. റേച്ചിൽ കള്ളം പറഞ്ഞു എഴുന്നേക്കാൻ പാടില്ല. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടികൂടി. വഴിയരികെ അടക്കി. അവിടെ സ്ഥലത്തിന്റെ പേരുണ്ട്, എങ്ങനെ? എഫ്രാത്ത. ആ, വഴിയരികെ. എഫ്രാത്ത ആരാന്ന് ചോദിച്ചാൽ കാലേബ് രണ്ടാമത് കല്യാണം കഴിച്ച സഹോദരിയാണ്. ഇങ്ങനെ കല്യാണ കേസ് മാത്രമേ പറയുവാണെന്നാലും കാലേബാണ്. യെഫുന്നെയുടെ മകൻ കാലേബുണ്ട്, ഹെസ്രോന്റെ മകൻ കാലേബുണ്ട്. മകാകൂടെ കാലേബുണ്ട്. കാലേബും യോശുവയും പറ്റി നിന്നപ്പോൾ ആയിക്കോട്ടെ പറ്റിക്കും. യഹൂദയുടെ പിന്തലമുറക്കാരൻ കാലേബ്. ആ കാലേബിന്റെ ആദ്യത്തെ ഭാര്യ അസൂബ. അസൂബയ്ക്ക് 2-3 പിള്ളേര് ജനിച്ചു. അവളങ്ങ് എന്റെ ഭാഷ അകത്തോലത്ത് പോയി. അവള് മരിച്ചപ്പോൾ കാലേബ് വീണ്ടും വിവാഹം കഴിച്ച സഹോദരിയാണ് എഫ്രാത്ത. എഫ്രാത്തയും മരിച്ചു. കാലേബ് എഫ്രാത്ത എന്ന സ്ഥലത്തിന് പേരുമൊക്കെ ഇട്ടു. അതാ എഫ്രാത്ത. ഞാൻ ആ ചരിത്രത്തിലോട്ട് ഇപ്പൊ പോകുന്നില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പോകാനും തോന്നുന്നില്ല. വെറുതെ എന്തിനാ? റാഹേൽ അവിടെ വെച്ചാണ് മരിക്കുന്നത്. അവളെ വഴിയരികെ അടക്കി. മക്പേലായി ചെന്ന് ചേരുവാൻ സാധിച്ചില്ല. ഏതാണ്ട് 40 ദൂരം. സാർ അവിടെയൊക്കെ പോയിട്ട് വന്നതാ. പോയില്ലയോ? അവിടെ എന്നാ ഞാനും ഉണ്ട്. ഈ പോയിട്ട് വന്നിട്ടുള്ളവരൊക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. നിങ്ങളും വായിച്ചുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാ. അധികം ദൂരമില്ല. അധികം ദൂരം എത്തുന്നതിന് മുമ്പ് മരിച്ചു. അവിടെ നടക്കി. മക്പേലായി ചെല്ലാൻ ഒത്തില്ല. അബ്രഹാം ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയ സ്ഥലമാ ആ നിലവും ഗുഹയും. അബ്രഹാമിനെ അവിടെ അടക്കി, സാറായി അവിടെ അടക്കി, ഇസഹാക്കിനെ അവിടെ അടക്കി, റിബേക്കായി അവിടെ അടക്കി, യാക്കോബിനെ അവിടെ അടക്കി, ലേയാവെ അവിടെ അടക്കി. റാഹേലിനെ അടക്കാൻ ഒത്തില്ല. അല്പ ദൂരം എന്നാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ചോദിച്ചാ അല്പ
എഫ്രാത്തിന് പോകുന്നവരടക്കം ചെയ്തു. അവളുടെ കിണറിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അധികം സമയമില്ല, അല്പകാലം മാത്രമേയുള്ളൂ. നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ. നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകൻ. ഓ എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ പുത്രത്വത്തിൽ ആത്മാവാണ് ശക്തിയായി ഓ പുത്രത്വത്തിൽ ആത്മാവാണ് ശക്തിയായി നാം വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ. അതേ സമയം പോകുന്നല്ലോ. ദൈവത്തിന് മഹത്വം. റാഹേലിനെ അവിടെ അടക്കി. പക്ഷേ മിസ്രയീമിൽ കിടന്ന് മരിച്ച യാക്കോബിനെ ഇവിടെ കൊണ്ടുവന്നു. അല്പദൂരം എത്തിയ റാഹേലിന് പോകാനൊത്തില്ല. ഏതാണ്ട് 1000 മൈലുകൾക്ക് അപ്പുറം കിടന്ന യാക്കോബിനെ ഇവിടെ കൊണ്ടടക്കി. ശൗലിനോട് പറഞ്ഞത് ഇത് കണ്ടു പഠിക്കണം. നീ പ്രമേളത്തിൽ നിന്നില്ലെങ്കിൽ അല്പദൂരമാണെന്ന് വെച്ചാലും അങ്ങ് ചെല്ലാൻ ഒക്കത്തില്ല. പക്ഷെ പ്രമാണത്തിൽ നിന്നാൽ എത്ര ദൂരമുണ്ടെങ്കിലും നിനക്ക് അവിടെ ചെല്ലാം. 2, നിന്റെ വല്യമ്മച്ചി കള്ളം പറയുകയും സൂത്രം ഒപ്പിക്കുകയും ചെയ്തത് കൊണ്ട് അങ്ങ് ചെന്നില്ല. നീയും സൂക്ഷിച്ചോണം. എന്തിനാ ഇതൊക്കെ പറയുന്നത്? കൊടുങ്കാലഘട്ടത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്. അവൻ നമ്മുടെ ഗുണീകരണത്തിനാണ് കേട്ടോ. അന്ത്യകാലത്ത് വന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ ശുദ്ധീകരണത്തിനാണ്. ദൈവത്തിന് മഹത്വം. ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എന്നൊക്കെ പറയുന്നു. അതെ, ശൗലിനെ ഇങ്ങനെ ഓർപ്പിച്ചു. ദൈവത്തിന് മഹത്വം. നീ സൂക്ഷിച്ചോണം. പക്ഷെ സൂക്ഷിച്ചില്ല, രാജധർമ്മം അനുസരിച്ചില്ല. എന്തിനേറെ അവനെ നീക്കിയിട്ട് ദൈവം ദാവീദിനെ രാജാവാക്കി. ഇനി ഓടിച്ചങ്ങ് അവസാനിപ്പിക്കാം. ദാവീദ് ഭരണ കാര്യങ്ങൾ ഏറ്റെടുത്തു. പക്ഷേ ഇവിടെ ദാവീദിന്റെ ഭരണം ഇങ്ങനെ മുൻപോട്ട് പോകുന്ന കാലത്ത് നമ്മളിപ്പോ വായിച്ച പൊതുവാക്യം ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 പറയുക. ആ ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, ദാവീദ് മഹനയീമിൽ എത്തി. കൊട്ടാരത്തിൽ അല്ലെങ്കിൽ യെരൂശലേമിൽ കൊട്ടാരത്തിൽ നിന്ന് കിരീടധാരിയായിട്ട് രാജവസ്ത്രം ധരിച്ച് ചെങ്കോല് കയ്യിൽ പിടിച്ച് രാജവസ്ത്രം ധരിച്ച് കിരീടധാരിയായി അതിന്റെ സന്നാഹത്തോടും പ്രൗഢിയോടും അതിന്റെ സകല ബഹുമതികളോടും കൂടെ ഭരണം നടത്തേണ്ട രാജാവാകുന്ന ദാവീദ് ഇപ്പോൾ മഹനയീമിലെത്തി. എന്തുകൊണ്ട് ദാവീദ് മഹനയീമിലെത്തി? വേദപുസ്തകം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അബ്ശാലോമിന്റെ മത്സരം. സ്വപുത്രന്റെ മത്സരമാണ് പ്രിയ പിതാവിനെ മഹനയീമിൽ എത്തിച്ചത്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, അബ്ശാലോമിന്റെ മത്സരം പറ്റതില്ല അധികാരമോഹം. ഈ അധികാരമോഹം അകത്ത് കയറിയ അപ്പനാണോ അമ്മയാണോ എന്നൊന്നും നോക്കുകയല്ല. അധികാരമോഹം അകത്ത് കയറിയ അപ്പനെ വരെ താട്ടും. സ്വന്തം ചേട്ടനെ സ്വന്തം അരിയനെ ഒതുക്കി കൗൺസിൽ മെമ്പറായ ആൾക്കാരെ എനിക്കറിയാം. വേണ്ടുന്നില്ല. ഒരു സഭയിൽ തിരുമേശ് കിടക്കുന്നവനിട്ട് പാര വെച്ച് അടുത്ത കസേര മേടിക്കാതെ എനിക്കറിയാം പേര് പറയണോ? വേണ്ട, ആയിക്കോട്ടെ, എന്നാ വേണ്ട വേണ്ടെങ്കിൽ വേണ്ട. എങ്ങനെയെങ്കിലും കാണുന്നതിന് മുന്നേ ഒരു കസേര. സ്തോത്രം. അത് ചിലർക്ക് കുറച്ച് കഴിയുമ്പോ ഈ മോഹം ഉണ്ടാകും. മോഹം അബ്ശാലോമിന്റെ അകത്ത് അധികാരമോഹം കയറി. കസേരമോഹം, കസേര കളി. അപ്പനാകുന്ന ദാവീദിനോട് നേരിട്ട് ഒന്ന് ചോദിച്ചാൽ ദാവീദ് രാജ്യം കൊടുക്കത്തില്ല. അത് വിദ്വേഷം ഉണ്ടായിട്ടല്ല, അഭിഷേകമില്ലാണ്ടിട്ടാണ്. മോനോട് എന്നാ വിദ്വേഷം ചെയ്യാനാ? സ്വന്തം മോനല്ലോ. വിദ്വേഷം ഉണ്ടായിട്ടില്ല, അഭിഷേകമില്ലാണ്ടിട്ടാണ്. ഇസ്രായേലിൽ ഒരുവൻ രാജാവാകണമെങ്കിൽ തൈലക്കാരന്റെ വിദ്യപ്രകാരം തൈലക്കൂട്ടുണ്ടാക്കി ആത്മനിയോഗം പ്രാപിച്ച അഭിഷേകം അവന്റെ ശിരസിൽ കൊണ്ടടിക്കണം. 3 വിധത്തിൽ അഭിഷേകം ആ പ്രധാനം. 1 രാജാഭിഷേകം, 2 പുരോഹിത അഭിഷേകം, 3 പ്രവാചക അഭിഷേകം. വേറെ അഭിഷേകമുണ്ട്, അത് ഞാൻ പറയാറുണ്ട്. യാക്കോബ് ഓടിപ്പോന്നപ്പോ ഒരു കല്ലെടുത്ത് തൂണാക്കി നിർത്തി അതിന് വേണ്ടി എണ്ണ ഒഴിച്ചു, അതിനെ അഭിഷേകം ചെയ്തു. അതിന് ഞാൻ കൊടുത്തേക്കുന്ന പേര് കല്ലഭിഷേകം എന്ന. നമ്മുടെ ആൾക്കാരൊക്കെ സമാജത്തിന് വന്ന് കരിങ്കല്ലിരിക്കും പോലെ കല്ലഭിഷേകം.
ഒന്ന് കൈയടിക്കാട്ട് പാട്ട് പാടുകാട്ട് കരിങ്കല്ലിരിക്കും പോലായിരിക്കും. അവരും അഭിഷേകം. അത് ഉൽപ്പത്തി 28 അഭിഷേകമാണ്. കരിങ്കല്ല് അഭിഷേകം. എന്തായാലും കൊള്ളാം, ഈ പ്രധാനപ്പെട്ട അഭിഷേകം ഇതാ. അപ്പൊ ഈ അഭിഷേകം രാജ്യത്തെ ചോദിച്ച ദാവീദ് കൊടുക്കത്തില്ല. അത് വിദ്വേഷം ഉണ്ടായിട്ടല്ല, അഭിഷേകമില്ലാതിട്ടാ. അഭിഷേകത്തിന് അധികാരം കിട്ടണം, കസേര കിട്ടണം. ഈ നേരായ മാർഗത്തിൽ ലഭിക്കത്തില്ല. പിന്നെ അടുത്തത് സൂത്രമാണ്. ഓടിച്ചു പോകാൻ നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. അഭിഷേകം സൂത്രം കണ്ടുപിടിച്ചു. അഭിഷേകം അധികാലത്ത് എഴുന്നേക്കുമല്ല, പ്രാർത്ഥിക്കാനൊന്നുമല്ല, എന്റെ വാക്ക് പറഞ്ഞ പാര വെക്കാൻ. ചില വെളുപ്പിനെ എഴുന്നേക്കുന്ന ഫോണടി കേട്ടോണ്ടാ എഴുന്നേക്കുന്നത്. എന്നെ പ്രാർത്ഥനയൊന്നുമില്ല. അല്ലോ എന്തുകൊണ്ട് ഒരു കയ്യിലെ മുണ്ടും കാണും. അപ്പൊ പിന്നെ മുണ്ടല്ല നിക്കറായതുകൊണ്ട് നിക്കറല്ല അതിടക്കിടക്ക് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി. എല്ലാവരുടെയും കാര്യമല്ല. എടാ വെളുപ്പിനെ എഴുന്നേറ്റ് ഫോണല്ല എടുക്കേണ്ടത്. നീ പ്രാർത്ഥന മുഴുകാലും അടക്കണം. രാത്രിയിലെ ഭയത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു. ഇരുട്ട് സത്യത്തെ മഹാമാരിയിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചു. അവൻ കണ്ണ് കിള്ളിപ്പൊളിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. രാവിലെ ഞാൻ നിനക്കാത്തൊരുക്കി കാത്തിരിക്കുന്നെന്നാണ്. ഫോണെടുക്കരുതെന്നോ സംസാരിക്കരുതെന്നോ അല്ല എന്റെ വാദം. ഇത് കഴിഞ്ഞാൽ ചാവാക്കി മുഴുവൻ. സ്തോത്രം, സ്തോത്രം. അവസാനം അധികാരം തെളിഞ്ഞേക്കും. പ്രാർത്ഥിക്കാനല്ല, പ്രാര വെക്കാൻ. അധികാരം തെളിഞ്ഞിട്ട് പ്രാകാരത്തിൽ പടിവാതിക്കെ പോയി നിൽക്കും. ഇസ്രായേലിൽ ആർക്കെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് രാജാവിന്റെ മുഖം കാണിക്കാൻ വന്നാൽ ഇവൻ ആൾക്കാരെ അകത്തോട്ട് വിടത്തില്ല. വെളിയിലൊരു ശുശ്രൂഷ, ഒരു വിടുതലിന്റെ ശുശ്രൂഷ, ഫയർ. വെളിയിൽ കിടന്ന് എവിടെ പേര് എന്നാ വിഷയം? ഓ റിയലി ഒരു ഇംഗ്ലീഷ് തെറ്റിയോ? തെറ്റിയോ? ഓ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാമോ? എനിക്ക് പറയാൻ അത് പറയാ. നീ പറഞ്ഞ കാര്യമെല്ലാം നേരെ ന്യായമുള്ളതാണ്. വായിച്ചോ 15 മുതൽ പെട്ടെന്ന് വായിച്ചോ. നമുക്ക് ഇനി പെട്ടെന്ന് പോകണം. അനന്തരം അബ്ശാലോം തന്റെ മുമ്പിൽ ഓടുവാൻ ഒരു രഥത്തെ 50 കുതിരകളെ സമ്പാദിച്ചു. അബ്ശാലോം അധികാരത്തിന് പ്രാകാരത്തിൽ പടിവാതിൽക്ക് ബോധിക്കും. ഇസ്രായേലിൽ ആർക്കെങ്കിലും വ്യവഹാരം ഉണ്ടാക്കി രാജാവിന് മുഖം കാണിക്കാൻ വന്നാൽ ഇവൻ ആൾക്കാരെ അകത്തോട്ട് വിടത്തില്ല. വരുന്നവരോട് ചോദിക്കും നിന്റെ പേരെന്നാ, നാടെന്നാ, വീട് എവിടാണ്. അപ്പൊ അവൻ കാര്യം പറയുമ്പോൾ അബ്ശാലോം അവനോട് പറയുന്ന 4-ാം വാക്യം, വടക്കും വ്യവഹാരമുള്ളവരെല്ലാം കൂടെ വടക്ക് വ്യവഹാരമുള്ളവരും കൂടി എന്റെ അടുക്ക വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കണം. ദേശത്തിന് ന്യായാധിപതിയാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആരെങ്കിലും കാണാൻ വന്നാൽ കൈ രാജാവിന്റെ അടുക്കൽ ന്യായസ്ഥാനത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശലോം പറയും, ആരെങ്കിലും അവനെ നമസ്കരിക്കാൻ അടുത്ത് ചെന്നാൽ അവൻ കൈ നീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവൻ ചുംബനം കൊടുക്കും. ഉമ്മച്ചനെന്നാ ഇവന്റെ പേര്. ഉമ്മ കൊടുക്കില്ലേ? അപ്പൊ ആരെങ്കിലും ഇവനെ കാണാൻ ചെന്നാൽ കൈ നീട്ടി കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വരുന്നവരോടെല്ലാം മുഖസ്തുതി, ചക്കരവാക്ക്. അതല്ലേ പറഞ്ഞേ, നീ പറഞ്ഞ കാര്യമെല്ലാം നേരും ന്യായോ മുഖസ്തുതി. അല്ലെ, മുഖസ്തുതി പറയുന്നവരുടെ ആൾക്കാർക്ക് ഇഷ്ടം. അതെ, നമ്മൾ തീർന്ന ഒരു കാര്യം പറഞ്ഞ അയാളെ വിളിക്കും. അത് പറഞ്ഞ നല്ലതാണ് കേട്ടോ. മുഖസ്തുതി ആൾക്കാർക്കെല്ലാം മുഖസ്തുതി കിട്ടണം. ഈ മുഖസ്തുതി പറയുമ്പോൾ ഓർത്തോളം നിങ്ങൾക്ക് ഗുണം വരുത്തുകയല്ല. ചക്കരവാക്കും മുഖസ്തുതി കെട്ടിപ്പടുത്തവും മുത്തമിടിയിലും ഇങ്ങനെ മുത്തമൊക്കെ ഇട്ട് ഇസ്രായേൽ മക്കളെ വശീകരിച്ചു. 6-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ വായിച്ച് 15-6 ഒടുവിൽ അങ്ങനെ അബ്ശാലോം ഇസ്രായേൽ മക്കളുടെ ഹൃദയം എങ്ങനെ ചക്രവാക്കം മുഖസ്തുതി കെട്ടിപ്പടുത്തവും മുത്തമിടിയിലും അങ്ങനെ വശീകരിച്ചു. 12-ാം വാക്യത്തിന്റെ ഒടുവിൽ വായിച്ച് ഇങ്ങനെ വായിച്ചു. ഇങ്ങനെ എന്നൊരു പദമുണ്ട്, അത് വായിക്കും. 6-ാം വാക്യത്തിന്റെ ഒടുവിൽ അങ്ങനെ, 12-ാം വാക്യത്തിന്റെ ഒടുവിൽ ഇങ്ങനെ. അപ്പൊ അങ്ങനൊക്കെ ഉമ്മ കൊടുത്താൽ ഇങ്ങനൊക്കെ ആള് കൂടും. സെൻട്രൽ പാസിലെ കൂടെ കാണുകയും കൈവട കൊടുത്ത് അങ്ങനൊക്കെ ചെയ്താൽ നല്ല സഭ. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം പിടി കിട്ടുന്നില്ല. കാശൊക്കെ പിള്ളേരൊന്ന് ഭീഷണമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഏതാ
ചക്രവാക്യം മുഖസ്തുതി കെട്ടിപ്പിടുത്തവും മുത്തമണിയിലും അങ്ങനെ 12 ഇങ്ങനെ അവൻ അങ്ങനെ വശീകരിച്ചു. 12-ാം വാക്യത്തിൽ ഇങ്ങനെ ജനം നിത്യ അബ്ശാലോമിന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് കൂട്ടുകെട്ടിന് ബലം നല്ല പാനല്. ചുരുക്കി പറഞ്ഞാൽ ബലം കൂടി വന്നപ്പോൾ ഇവൻ എഴുന്നേറ്റ് ദാവീദിനോട് എന്ന് പറഞ്ഞ അച്ചായ എനിക്ക് ഹെബ്രോനിൽ പോയി, ഞാൻ ഓടിച്ചു പറയാം, ഹെബ്രോനിൽ പോയി യാഗം കഴിക്കണം. ദാവീദ് ഓർത്തു നിനക്ക് തന്നെ ഇപ്പൊ ഒരു ഉണർവ്, ചിലക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉണർവുണ്ട്. അവര് പ്രശ്നക്കാരാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെ കൂടി എന്നൊക്കെ പറഞ്ഞ ആളും അവര് വലിയ ഭൂമി ഉണ്ടാക്കി കളയും. അതിടയ്ക്ക് ഒരു പിമ്പിൽ കയറുന്നതാണ്. പിന്നെ ദാവീദ് ഇപ്പൊ എന്നാ ഒരു ഉണർവാണ്. അത് ഞാൻ പണ്ട് അരാമിലെ ഗരൂരി പാർത്ത കടന്ന് നേർച്ച നിർന്ന് ഹെബ്രോനിൽ പോയി യാഗം കഴിക്കും. അരാമിലെ ഗരൂരിൽ പോകുന്ന അമ്മനോനെ വന്നേക്കാൻ ഇവന്റെ പെങ്ങളുടെ വിഷയത്തിൽ അമ്മനോനെ തട്ടിക്കച്ച് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അരാമിലെ ഗരൂരിൽ പോയി. ഗരൂർ എന്ന് പറഞ്ഞാൽ തന്റെ അമ്മ അബ്ശാലോമിന്റെ അമ്മ മയഹയുടെ വീടാ. ഗരൂർ രാജാവാകുന്ന തൽമായിയുടെ പുത്രിയാണ് മയഹ. അപ്പൊ അമ്മനോനെ കൊന്നിച്ച് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ നാട് കിട്ടും. അങ്ങനെ പോയ ആൾക്കാരുണ്ട് നാട്ടിൽ. ട്രാവലേഴ്സ് വന്ന് തട്ടിപ്പ് കാണിച്ച് നാട്ടുകാരുടെ പാസ്പോർട്ടും കള്ളപ്പായെല്ലാം മേടിച്ച് കാശ് ഇവ മുങ്ങി. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഡോക്ടർ റെവറൻ സോ ആൻഡ് സോ തൃശ്ശൂരിൽ എടാ കള്ള നാട്ടുകാരുടെ കാശും മിണ്ടുന്നില്ല. എന്തിനാ മിണ്ടുന്നില്ല? പ്രത്യേക പരിവേഷത്തിൽ റവറന്റ് ഡോക്ടർ ഡുനാമിസ് വലിയ വിഷയമാണ്. ഇവൻ അരാമിലെ ഒരു ഭാഗത്ത് എന്തിനേറെ വിവരിക്കുന്നില്ല അധികം ദൈവത്തിന്റെ മകത്ത്. അപ്പൊ ദാവീദ് ചിന്തിച്ചു, ആ ഇവനേലും നല്ല ബുദ്ധി ഇപ്പോഴേലും നീ പൊക്കോളാൻ പറഞ്ഞു. ഇവൻ പോയി യോഗം നടത്താനൊന്നും പോയതല്ല. യോഗത്തിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ മകത്ത് ഇവൻ യോഗം നടത്താനൊന്നും പോയതല്ല, യോഗത്തിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. പോയ പോക്കിന് അഹിതോഫെലിനെ കൂട്ടുപിടിച്ചേച്ച് പറഞ്ഞ് ഞാൻ ഹെബ്രോന് യാഗത്തിന്റെ പേര് പറഞ്ഞു പോവുക, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നീ ആൾക്കാരെ കൂട്ടി വിളംബരം ചെയ്യണം, പെരുമ്പറ മുടക്കി വിളംബരം ചെയ്യണം, അബ്ശാലോം ഹെബ്രോന് രാജാവായെന്ന്. അങ്ങനെ വിളംബരം ചെയ്തപ്പോൾ ഈ വിളംബരം ദാവീദിന്റെ കാതിലെത്തി. അബ്ശാലോം ഹെബ്രോന് രാജാവായി. അപ്പോൾ ആ ദാവീദ് പേടിച്ചരണ്ടിച്ച് പറഞ്ഞു, അയ്യോ അബ്ശാലോം ഹെബ്രോന് രാജാവായെങ്കിൽ അവൻ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ വാളിന്റെ വായ്ത്തലിക്ക് വെട്ടിക്കൊള്ളും. അതുകൊണ്ട് അബ്ശാലോമിന്റെ വാളിന്റെ വെട്ടേറ്റ് പിടഞ്ഞ് വീഴുന്നതിന് നേരം കൊട്ടാരം വിട്ടോടാ. എന്തിനേറെ അങ്ങനെ ദാവീദ് രാജാവ് അബ്ശാലോമിനെ പിടിച്ച് ഓടി. കൂടെ ഓടാൻ എല്ലാരും പോയില്ല. ക്ലേത്തിന് 100-400 പേര്. അവൻ അബിയാലാല് സാദോകം എന്ന് പറഞ്ഞ് അവിടെ നിൽക്ക്, ആയുസ് ഉണ്ടെങ്കിൽ തിരിച്ചു വരാം. ദാവീദ് തല മൂടാതെ തല മൂടിക്കൊണ്ട് ചെരുപ്പിടാതെ ഗൽഗതത്തോടെ കിരീടം വേണ്ടെന്ന് വെച്ച് പൊൻകമ്പൽ മാറ്റിയിട്ട് രാജപത്രം ധരിക്കാതെ ദാവീദ് കൊട്ടാരം വിട്ട് ഓടുക. ഓടി 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 അവൻ സ്തോത്രം കെദ്രോന്തോട് കിടന്നു. കെദ്രോന്തോട് കിടന്നാൽ പിന്നെ ഒലിവുമലയാ. ഒലിവുമലയുടെ കയറ്റം ഇങ്ങനെ കയറുക. ഇടയ്ക്കൊരു കാര്യം പറയുക, ഇതാണ് കാൽവരിയിൽ നടന്നത്. സ്വന്തമായതിലേക്ക് അവൻ അവിടെ നിന്ന് വന്നു. സ്വന്തമായവൻ അവനെ കൈക്കൊണ്ടില്ല. അവനവനെ ഉപേക്ഷിച്ചു, തെറ്റിച്ചു. അവൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അന്ത്യത്താനം കഴിഞ്ഞ് കിദ്രോന്തോട് കിടന്ന് ഒരു മലയിലേക്ക് പോകുക. ഇതാണ് കാൽവരിയിൽ നടന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിനക്ക് വേണ്ടി ഒരുവൻ കാൽവരിയിൽ ജീവൻ തന്നു. നിനക്ക് വേണ്ടി ഒരുവൻ കാൽവരിയിൽ മരിച്ചു. നിനക്ക് വേണ്ടി ഒരുവൻ ഒരു മലയിൽ പോയി പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീർപ്പ് രക്തതുല്യമായി. Praise the Lord. പൂവനത്തിൽ